നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാനായി കഴിയുകയാണ്. ഇതിനിടെ ഇന്നൊരു വാർത്ത വന്നിരിക്കുകയാണ്. അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഫാൻ കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി അഫാന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെന്റിലേറ്ററിൽ ആയതുകൊണ്ട് തന്നെ അതിന് സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ദിവസം, അതായത് ഇന്ന് ഞായറാഴ്ചയാണ്. ഇവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഇതിന്റെ ഭാഗമായിട്ട് TV കാണിക്കുക പതിവാണ്. അപ്പോ ഇതിനിടെയാണ് ഈ പറയുന്ന തരത്തിൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതായത് അഫാൻ നേരത്തെ തന്നെ ഈ ജയിലിലായതിനു ശേഷം ഒരിക്കൽ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഇത്തരത്തില് ഒരു 5 പേരെ കൊലപ്പെടുത്തുന്നു. അപ്പൊ അത്രയും ആൾക്കാരെ കൊലപ്പെടുത്തിയത് ശത്രുക്കളൊന്നുമല്ല, സ്വന്തം ബന്ധുക്കളെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോ മാത്രമല്ല ഒരു പ്രായവും കൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ആ ഒരു പ്രതിയുടെ മാനസികാവസ്ഥ എത്തരത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. മാനസിക പരിശോധനയൊക്കെ നടത്തിയപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, അഫാൻ ആത്മഹത്യ പ്രവണതയില്ല, നല്ല നടപ്പാണ് എന്ന രീതിയിലൊക്കെയാണ് നേരത്തെ റിപ്പോർട്ട് വന്നത്. പക്ഷേ അഫാൻ എന്ന് പറയുന്ന പ്രതിക്ക് തീർച്ചയായിട്ടും ഈ 5 പേരുടെ നിലവിളിയും അവരുടെ രക്തവും ഒക്കെ പുരണ്ട കൈയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വേട്ടയാടൽ ഉറപ്പായിട്ടും അഫാന് പിന്നാലെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അഫാൻ മരണം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ജയിലില് ശുചിമുറിയിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഉണങ്ങാനിരുന്ന മുണ്ടെടുത്ത് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു, അല്ലെങ്കിൽ കുരുക്കിട്ട് ആ രീതിയിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. അതായത് സഹതടവുകാരൻ ഫോൺ വിളിക്കാൻ പോയ ഒരു സമയം കൊണ്ടാണ് ഇയാൾ പുറത്ത് ഉണക്കാനിട്ടിരുന്ന ഈ പറയുന്ന മുണ്ടെടുത്തിട്ട് വരുന്നു, നേരെ ശുചിമുറിയിൽ കയറി ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. അപ്പൊ ആ ഒരു ഞരക്കമൊക്കെ കേട്ടിട്ടാണ് ഈ പറയുന്ന വാർഡൻ അവിടേക്ക് വരുന്നതും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ഏകദേശം ഈ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ലെവൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല മെഡിക്കൽ കോളേജിലെ MICU അവിടെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ പ്രവേശിപ്പിക്കണമെങ്കിൽ അത്രമാത്രം ഗുരുതരമാണ് അഫാന്റെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് അഫാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് മൊഴിയെടുക്കാനായി ഡോക്ടർമാരുടെ സഹായം പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കില്ല, കാരണം വെന്റിലേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്നാണ് ഇപ്പൊ ഡോക്ടർമാർ അറിയിക്കുന്നത്. അതായത് ഒരു 11 കാലോടൊക്കെ ആയപ്പോ തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് അഫാൻ പറയുന്നു. അപ്പൊ വാർഡൻ ടോയ്ലറ്റിൽ അഫാൻ പോയി പിന്നീട് ഒരു അസാധാരണ ശബ്ദം കേൾക്കുന്നു. ഒരു സമയം ഉണ്ടല്ലോ, ഒരു സമയം കഴിഞ്ഞിട്ടും പുറത്ത് വരാതിരിക്കുന്നു. അപ്പൊ ഈ ഘടകങ്ങളൊക്കെ കൊണ്ട് പോയി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ അഫാന്റെ തൂങ്ങി മരണ ശ്രമം കാണുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്തായാലും തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്നത്. എന്തവസ്ഥയാണ് എന്നത് തീർത്തും കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഈ പോലീസ് ഈ അഫാന്റെ മൊഴി എടുക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ നമുക്കത് ഒരു മരണമൊഴി ആയിരിക്കാമോ എന്ന തരത്തിലൊക്കെ നമുക്ക് സംശയം തോന്നുന്നു. കാരണം അത്തരത്തിൽ ഒരു മൊഴി എടുക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഡോക്ടർമാർ പ്രതികരിക്കുന്നത് ഇപ്പോ പറ്റില്ല, ആ ഒരു മൊഴിയെടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്തായാലും അതീവ ഗുരുതരം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ല, നമുക്ക് അതീവ ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ, അതായത് വയസ്സ് 23 ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇതിനെയൊക്കെ റിക്കവർ ചെയ്ത് വരാനുള്ള ഒരു ലക്ഷണവും പറയപ്പെടുന്നുണ്ട്. എന്തായാലും വളരെ നടക്കുന്ന ഒരു സംഭവമായി പോയി. അതായത് നേരത്തെ തന്നെ ഒരു നടന്നത് മറ്റേത് ജയിലിലെ തിട്ടയിൽ നിന്ന് ചാടി ഒരു ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. അന്നൊക്കെ തന്നെ ഈ ആ ടൈമിൽ തന്നെ ഇയാൾ പറഞ്ഞിരുന്നു, അതായത് താൻ ആത്മഹത്യ ചെയ്യും, കാരണം തനിക്ക് ഇനി ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ പലതരത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ബ്ലോക്ക്, അതായത് അവിടെ ഭയങ്കര നിരീക്ഷണമൊക്കെയാണ്, CCTV ക്യാമറകളൊക്കെ ഉണ്ട്, കൂടാതെ പ്രത്യേക പോലീസ് ശ്രദ്ധയൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഉറക്കമൊന്നും ഇല്ലാതെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ ഈ അഫാന് വേണ്ടിയിട്ട് കടുത്ത സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷെ ഇതിനിടയിലാണ് തിട്ടയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാനായിട്ടൊരു ശ്രമമൊക്കെ നടക്കുന്നു. തളർന്നു വീഴുന്നു, അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസം ഉറങ്ങാത്തത് കൊണ്ട് അതിലൊരു വേരിയേഷൻ ആണ് അത്തരത്തിൽ, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതൊരു
തെളിവെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്താണ് അത്തരത്തിലൊരു ആത്മഹത്യാശ്രമം നടന്നത്. ഇപ്പോഴാകട്ടെ 2 ദിവസത്തിന് മുൻപാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാശ്രമം വീണ്ടും നടക്കുന്നത്. അതെ, കുറ്റപത്രം, അതായത് കുറ്റപത്രം സമർപ്പിച്ചിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പോ തീർച്ചയായിട്ടും ഒരു മാനസിക സമ്മർദ്ദത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കും പ്രതി, അല്ലേ? അല്ല, കാരണം സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടാനുള്ള ഒരു അവസ്ഥ ഇതിലൂടെ ഇല്ലാതെ, കാരണം കുറ്റപത്രം സമർപ്പിച്ചു. പിന്നെ ആരും തന്നെ ഈ പറയുന്ന കണക്ക് അഫാനെ ജാമ്യത്തിൽ ഇറക്കാനോ കാണാനോ ഒന്നും ചെല്ലുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും താൻ ഒറ്റപ്പെട്ടു എന്ന് അഫാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം താൻ ചെയ്തത് അതിക്രൂരമായ ഒരു കൊലപാതകങ്ങളൊക്കെയാണ് എന്ന് സ്വന്തമായിട്ടുള്ള ഒരു ബോധം അഫാന് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ജീവിച്ചിരിക്കാൻ താൻ അർഹനല്ല, അതുകൊണ്ട് താൻ മരിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഏതുവിനെയും മരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അഫാൻ ഇപ്പോൾ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം. കാരണം പലരും സോഷ്യൽ മീഡിയയിൽ കമന്റ് പോലും ഉയർത്തുന്നത് അഫാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല, മരിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നൊക്കെ തരത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം കമന്റുകൾ ഉയരുന്നത്. മാത്രമല്ല, അഫാൻ പെട്ടെന്ന് മരിക്കരുത്, ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം നരകിക്കണം എന്നതടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. മാത്രമല്ല, ഈ അഫാൻ ചെയ്തത് വധശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിയമം, ഈ നാട്ടിൽ നിയമം ഉണ്ടല്ലോ, നിയമത്തിൻ്റെതായ രീതിയിൽ അഫാൻ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലെ? അപ്പോ നമുക്കിത് ഒരാളെ ഇങ്ങനെ രീതിക്കൊന്നും പറയേണ്ട യാതൊരു റൈറ്റില്ല. മാത്രമല്ല, ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. അതായത് പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തില് ഒരുപാട് പേജുകളുണ്ട്, എത്രയോ സാക്ഷികളുണ്ട്. അപ്പോ നിർണായകമായ കാര്യങ്ങൾ, അതായത് ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രതി തന്നെ എല്ലാം ഏറ്റു പറഞ്ഞു, പ്രതി തന്നെ എല്ലാം പറഞ്ഞു. ഈ പ്രതി ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാത്ത ഒരു കേസായി ഇത് മാറിയാണ്. അപ്പൊ എന്നാലും പ്രതി തന്നെ എല്ലാം. നിർണായക സാക്ഷി മറ്റൊരാളെന്ന് പറയുന്നത് ഷെമിയാണ്, അതായത് ഉമ്മ തന്നെയാണ്. കാരണം ഉമ്മേനെയും 2 വട്ടം കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോൾ ഉമ്മയുടെ മൊഴിയും ഇതിന് നിർണായകമാണ്. പലപ്പോഴും മകനെ സംരക്ഷിക്കാനുള്ള നിലപാടുകൾ എടുത്തുവെങ്കിലും ആ ഉമ്മയ്ക്ക് തലക്കേറ്റ ക്ഷതം കൊണ്ടാണ് പലപ്പോഴും അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായത്. അതിനുശേഷം ആ ഉമ്മ അത് തിരിച്ചറിയുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയുടെ ഭാഗമായിട്ട് ഉമ്മ കഴിയുകയാണ്. അപ്പൊ ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടന്നു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന റഹീം ഒരിക്കലും മകനെ കാണാൻ തയ്യാറല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കുന്നത് റഹീമും ഷെമിയും മകനെ കാണാൻ ഒരു ശ്രമം നടത്തുമോ എന്നുള്ളതാണ്. കാരണം മാതാപിതാക്കളെ കാണുമെന്ന് പലപ്പോഴായിട്ട് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഒരു കാരണവശാലും തങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ആ മാതാപിതാക്കൾ നിലപാടെടുത്തത്. ഇനി മകനെ കാണാനായി ആ പിതാവും മാതാവും എത്തുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, അഫാൻ എനിക്ക് അച്ഛനെ അമ്മയും എന്റെ മാതാപിതാക്കളെ കാണണം എന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. പക്ഷെ മാതാപിതാക്കൾക്ക് അതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അഫാന്റെ ആ ഒരു ആഗ്രഹം നടക്കാതെ, അല്ലെങ്കിൽ അത് ആഗ്രഹം നടത്തിച്ചില്ലായിരുന്നു. മാത്രമല്ല, ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നൊരു പദ്ധതിയൊക്കെ പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഇപ്പോ ഈ ഒരു മാത്രമല്ല, അഫാന്റെ ഇത് ആത്മഹത്യ നാടകമാണ് എന്ന് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നുണ്ട്. നേരത്തെ അറിയാലോ, അതായത് ഈ ബൈക്ക് വാങ്ങി കൊടുക്കാത്തതിന് എന്തോ ഒരു ആത്മഹത്യ ശ്രമമൊക്കെ അഫാൻ നടത്തിയിട്ടുണ്ട്. അത് കാരണമാണ് ആ വീട്ടുകാർ പലപ്പോഴായി അഫാൻ പറയുന്നതിന് ഒത്തുനിന്ന് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. കാരണം അനിയനോടാണ് കൂടുതൽ സ്നേഹം, തന്നോട് സ്നേഹമില്ല എന്നുള്ള രീതിക്ക് ഒരു ആത്മഹത്യാശ്രമമൊക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഒരു ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. അതായത് ഈ മദ്യത്തിൽ തന്നെ എലിവിഷം ചേർത്തു കഴിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് അതിന്റെ കണ്ടന്റ് കുറവായിരുന്നത് കൊണ്ട് തന്നെ പ്രതിക്ക് വേണ്ട പ്രാഥമിക ചികിത്സയൊക്കെ നൽകി അതൊന്ന് റിക്കവർ ചെയ്തെടുത്തതാണ്. ഇതിനിടയിലാണ് വീണ്ടും ആത്മഹത്യാശ്രമം നടത്തുന്നു. അതായത് തിട്ടയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഏറ്റവും ഒടുവിലാണ് രണ്ടും കൽപ്പിച്ചൊരു ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. കാരണം പക്ഷെ ഇത് അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് തന്നെയാണ് ഡോക്ടർമാർ അടക്കം പറയുന്നത്. അപ്പൊ എന്തായാലും രക്ഷപ്പെട്ടാൽ തന്നെ ഒരുപാട് സുരക്ഷ, അല്ലെങ്കിൽ ഒരുപാട് കരുതൽ അഫാന്റെ കാര്യത്തിൽ വേണ്ടിയിരിക്കുന്നു. കാരണം ആത്മഹത്യ പ്രവണത വീണ്ടും വീണ്ടും അഫാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഫാൻ എങ്ങനെ ഈ ജീവിതം തള്ളി നീർക്കും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നൊരു ചോദ്യം, അല്ലെ? ആ മരിച്ചവരെയൊക്കെ ഓർമ്മകളും ആ കൊന്ന സമയത്ത് അവിടെ ഒരു അവസ്ഥയും ഒക്കെ വേട്ടയാടില്ലേ പ്രതിയെ. എങ്ങനെ അഫാൻ ഈ ഒരു ജന്മം ജീവിച്ച് തീർക്കും എന്ന ചോദ്യം ശക്തമാവുന്നുണ്ട്.